നമ്മുടെ കർത്താവിന്റെ മഹത്വ പ്രത്യാക്ഷതയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. നമ്മൾ പാട്ടുപാടി, ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ, ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ ഞാൻ വിളങ്ങുന്ന ഒരു ദിവസം വരികയാണ്. ഹല്ലേലൂയ പാടുവാൻ ശുഭ്രവസ്ത്രധാരിയായി നിന്നുകൊണ്ട് എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ ഞാൻ പാടും. നമ്മളെല്ലാവരും ചേർന്ന് പാടിയ പാട്ടാ അത്, അല്ലേ? നമ്മളെല്ലാവരും വളരെ വ്യക്തമായിട്ടത് പാടി. ആ പാട്ട് പാടിയപ്പോൾ നമ്മുടെ പ്രത്യാശ നമ്മുടെ കർത്താവിന്റെ വരവിങ്കിൽ നാം കർത്താവിനോട് എടുക്കപ്പെടുകയും അവിടുത്തെ സന്നിധിയിൽ ശുഭ്രവസ്ത്രധാരിയായി നിന്നുകൊണ്ട് ഹല്ലേലൂയ പാടുകയും ചെയ്യുമെന്നാണ്. എന്നാൽ അതിനുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ എന്താണ്? കർത്താവിന്റെ വരവിങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എടുക്കപ്പെടുമോ? എടുക്കപ്പെടും എന്ന് നമുക്ക് പറയുവാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ എന്താണ്? ഈ വചനം പറയുന്നത് എന്തെന്നറിയാമോ? കർത്താവിന്റെ വരവിങ്കിൽ പ്രത്യക്ഷതയിൽ അതിന്യമായി നമ്മൾ കാക്കപ്പെടണം. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം മീൻസ് പൂർണ്ണമായി കർത്താവിന്റെ പ്രത്യക്ഷതയിൽ അതിന്യമായി കാക്കപ്പെടണം. നമ്മുടെ ശരീരം മാത്രം ഒരുങ്ങിയാൽ പോരാ, നമ്മുടെ ദേഹി മാത്രം ഒരുങ്ങിയാൽ പോരാ, നമ്മുടെ ദേഹം മാത്രം ഒരുങ്ങിയാൽ പോരാ. നമ്മൾ പൂർണ്ണമായും അവിടുത്തെ സന്നിധിയിൽ ഒരുങ്ങിയെങ്കിൽ മാത്രമേ, പൂർണ്ണമായി തിരുസന്നിധിയിൽ നാം ശുദ്ധീകരണം പ്രാപിച്ചെങ്കിൽ മാത്രമേ കർത്താവിന്റെ സന്നിധിയിൽ നാം എടുക്കപ്പെടുകയുള്ളൂ എന്നാണ് ആ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആ വാക്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ ശുദ്ധീകരണം ആരുടെ കയ്യാൽ നടക്കേണ്ടതാണെന്ന് അറിയാമോ? നമ്മുടെ കർത്താവാണ്, നമ്മുടെ ദൈവമാണ് നമ്മളെ ശുദ്ധീകരിക്കേണ്ടത്. നമുക്ക് നമ്മളെ തന്നെ ശുദ്ധീകരിക്കാൻ പറ്റില്ല. അവിടെ ഗോഡ് ഓഫ് പീസ്, സമാധാനത്തിന്റെ ദൈവം. ആ പീസിന് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന വാക്ക് ഇറീനി എന്നാണ്. ആ വാക്കിന്റെ അർത്ഥം കംപ്ലീറ്റ് റെസ്റ്റ് ഇൻ അവർ ഹാർട്ട്. ദൈവത്തിന് മാത്രമേ ഈ കംപ്ലീറ്റ് റെസ്റ്റ് നമുക്ക് തരാൻ പറ്റൂ കേട്ടോ. നമുക്ക് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എനിക്ക് സമാധാനമുണ്ടെന്ന്. ഇപ്പോഴും ഇതുവരെ സമാധാനമില്ലായിരുന്നു, ഇപ്പൊ സമാധാനമുണ്ട്. അതായത് ചില പ്രത്യേക വിഷയങ്ങളുടെ മേലിൽ നമ്മൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വിഷയത്തിന്റെ മേൽ ഒരു പരിഹാരം വരുമ്പോൾ, ഒരു സമാപ്തി വരുമ്പോൾ നമ്മൾ പറയും എനിക്കിപ്പോ സമാധാനമുണ്ട്. വേറൊരു വിഷയം വരുമ്പോൾ പിന്നെ നമ്മുടെ സമാധാനം പോകും. അപ്പൊ ഈ ലോകം തരുന്ന സമാധാനം എന്ന് പറയുന്നത് നൈമിഷികമാണ്, ലിമിറ്റഡ് ടു എ സർട്ടൻ എക്സ്റ്റെന്റ്. എന്നാൽ ദൈവം തരുന്ന സമാധാനം എന്ന് പറയുന്നത് പെർമനന്റ് പീസ് ആണ്. ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അറ്റ് ഓൾ ദി ടൈം, നോ മാറ്റർ വാട്ട് എവർ സർക്കംസ്റ്റാൻസസ് ആണ്. സാഹചര്യങ്ങൾ എന്തായിരുന്നാലും, സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമോ അനുകൂലമോ ആയിക്കൊള്ളട്ടെ, എന്നായിരുന്നാലും നമ്മുടെ ഹൃദയത്തിൽ ദൈവം തരുന്ന സമാധാനം എന്ന് പറയുന്നത് പെർമനന്റ് ആണ്. അതുകൊണ്ടാണ് ഹീസ് കോൾഡ് ദി ഗോഡ് ഓഫ് പീസ്, സമാധാനം തരുന്ന ദൈവം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ, ദൈവമുണ്ടോ എന്നുള്ളതിന്റെ തെളിവ് എന്തെന്നറിയാമോ? ഹിസ് ലൈഫ് ഓർ ഹർ ലൈഫ് ഈസ് ഓൾവേസ് എ റെസ്റ്റ്. ദൈവം വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് കർത്താവിന്റെ ഗവൺമെന്റിൽ നമ്മൾ ആയിക്കഴിഞ്ഞാൽ ആദ്യത്തെ എവിഡൻസ് എന്താണെന്ന് ചോദിച്ചാൽ വി ആർ എ പീപ്പിൾ ഓഫ് പീസ്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. കാരണം ദൈവം സമാധാനം ഉണ്ടാക്കുന്നവനാണ്. അപ്പൊ സമാധാനം ഉണ്ടാക്കുന്നവർ ദൈവത്തിന്റെ മക്കളാണ്. സോ ഗോഡ് ഓഫ് പീസ്, what that God of peace will do? He will sanctify you. The very God of peace sanctify you wholly, and I pray God your whole spirit and soul and body be preserved blameless unto the coming of our Lord Jesus Christ. So God is the one who is going to sanctify us. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. We need to submit and surrender our life to the Lord, saying that, Lord, no matter how much I struggle, how much I work hard in me, I won't be able to sanctify you according to your standard. ഞാനൊരു ചെറിയ ഇല്ലുസ്ട്രേഷൻ നിങ്ങളോട് പറയാം. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, 4 വയസ്സ് 5 വയസ്സുള്ള കുഞ്ഞുങ്ങള്, അവർ ബാത്റൂമിൽ കുളിക്കാനായിട്ട് കയറത്തില്ലേ? അവരവരുടെ ഇഫോർട്ട് അനുസരിച്ച് ദേഹത്തൊക്കെ സോപ്പോ ഷാമ്പൂ ഒക്കെ ഇട്ട് അവർ കുളിച്ചിട്ട് ഇറങ്ങി വരും.
അവര് കുളിച്ചോ എന്ന് ചോദിച്ചാൽ കുളിച്ചു. അവര് നന്നായിട്ടാണോ കുളിച്ചതെന്ന് ആ കുഞ്ഞിനോട് ചോദിച്ചാൽ നന്നായിട്ടാ കുളിച്ചതെന്ന് പറയും. സമയം ചെലവഴിച്ചോന്ന് ചോദിച്ചാൽ സമയം ചെലവഴിച്ചു. ഒത്തിരി വെള്ളം എടുത്തോന്ന് ചോദിച്ചാൽ നമ്മൾ കുളിക്കുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം അവർ ഉപയോഗിച്ചു. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, അവരുടെ കുളി കണ്ടാൽ, അവർ കുളിച്ച് വെളിയിൽ ഇറങ്ങിയത് കണ്ടാൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുമോ ആ കുളി കണ്ടിട്ട്? ഇല്ല. Though they tried their level best, but it is not up to our standard. So what we would do, we would take the child again and go to the bathroom to have it bath. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അവരതെല്ലാം ചെയ്തു, പക്ഷെ നമുക്ക് തൃപ്തിയായിട്ടില്ല. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന വണ്ണം ഒരു ശുദ്ധീകരണത്തിന്റെ ലെവലിലേക്ക് വരുവാൻ നാം എത്ര തന്നെ ശ്രമിച്ചാലും പറ്റില്ല. അത് ദൈവം തന്നെ നമ്മളെ ശുദ്ധീകരിക്കണം. ദൈവം നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും. കർത്താവ് നമ്മളെ ശുദ്ധീകരിച്ചില്ല എങ്കിൽ അത് അസാധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ശുദ്ധീകരണം ആരംഭിക്കേണ്ടത് കർത്താവിലാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് സറണ്ടർ ചെയ്യുവാൻ വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ. ഇവിടെ വചനം പറയുന്നു, ആ ദൈവം നമ്മളെ ശുദ്ധീകരിക്കുവാനായിട്ട് നമ്മൾ ഏൽപ്പിക്കണം. എവിടെ? ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് 3 തല. ഈ ഒരു വചനമാണ്, ഈ ഒരു വചനഭാഗമാണ് ദൈവവചനത്തിൽ മുഴുവനും നോക്കുമ്പോൾ മനുഷ്യനെ ആത്മാവ്, ദേഹി, ദേഹം എന്ന തലത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്ന ഒരു വചനം ഇതാണ്. അപ്പൊ നമ്മുടെ ശുദ്ധീകരണം മുഴുവനുമായിരിക്കണമെന്ന് പറയുന്നത് വീണ്ടും പരിശുദ്ധാത്മാവ് സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്, നിങ്ങളുടെ ആത്മാവ് പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെടണം, നിങ്ങളുടെ ദേഹി പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെടണം, നിങ്ങളുടെ ശരീരം പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെടണം. ഈ 3ന്റെയും കൂടെ ശുദ്ധീകരണം വന്നെങ്കിൽ മാത്രമേ അത് പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെ പൂർണ്ണമായ ശുദ്ധീകരണം പ്രാപിച്ച ഒരു വ്യക്തി മാത്രമേ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി കാണപ്പെടുകയുള്ളൂ. ഞാൻ എന്നെ നോക്കുമ്പോൾ എന്റെ ആത്മാവ് ശുദ്ധീകരണം പ്രാപിച്ചതായിരിക്കണം. എന്റെ ആത്മാവിന് ഒരു കപടവും ഉണ്ടാകാൻ പാടില്ല കർത്താവ് വരുന്ന സമയത്ത്. എന്റെ ദേഹി എന്ന് പറഞ്ഞാൽ എന്റെ ചിന്തകളിൽ, നമുക്ക് ആ വചനത്തിലേക്ക് ഒന്ന് പോകാൻ കുറച്ച് കഴിയുമ്പോൾ, അതുപോലെ തന്നെ എന്റെ ശരീരത്തിൽ പാപം ഉണ്ടാകുവാൻ പാടില്ല. അപ്പൊ പൂർണ്ണമായ ഒരു ശുദ്ധീകരണമാണ് എന്റെ ജീവിതത്തിൽ ആവശ്യം. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ നമ്മൾ ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഒന്നും ചെയ്യണ്ടായോ? നമ്മൾ ഒത്തിരി കാര്യം ചെയ്യണം. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ മുമ്പേ പറഞ്ഞ ഇല്ലുസ്ട്രേഷനിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ, ഒരു കുഞ്ഞു കുളിച്ചു. ആ കുഞ്ഞു കുളിച്ചു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് ബാത്ത് കഴിഞ്ഞിട്ട് അതിന്റെ ബേത്തിങ്ങില് നമുക്ക് സാറ്റിസ്ഫൈഡ് ആകാതെ വന്നപ്പോ നമ്മൾ കൊണ്ടുപോയി കുളിപ്പിച്ചിട്ട് വെളിയിലിറക്കി മുടിയൊക്കെ ചീകി കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? നല്ലൊരു ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചു. കുഞ്ഞ് നല്ല കുട്ടപ്പനായിരിക്കുക, അല്ലെ? നീറ്റ് ആൻഡ് ക്ലീൻ, ടൈഡി ആയിരിക്കുക. ഇനി എന്താ കുഞ്ഞ് ചെയ്യേണ്ടത്? യു ടെൽ മീ ദാറ്റ്. ഇനി ആ കുഞ്ഞ് ചെയ്യേണ്ടത് എന്താണ്? വെളിയിൽ പോയി ചെളിവെള്ളത്തിൽ ചാടരുത്. അല്ലെങ്കിൽ ദേഹം മുഷിക്കത്തക്കവണ്ണം, ദേഹത്ത് ചെളിയാകത്തക്കവണ്ണം, മലിനമാകത്തക്കവണ്ണം അത് എങ്ങും പോയി ചാടരുത്. അത് അതിനെ തന്നെ സൂക്ഷിക്കണം. എങ്കിൽ മാത്രമേ ആ വിശുദ്ധി, ആ ക്ലീൻനെസ് നിലനിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ അനവധി പ്രാവശ്യം, അനവധി വചനങ്ങളിൽ നാം ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് പറയുന്നത്. ശുദ്ധീകരണം ദൈവത്താൽ ഉള്ളതാണ്. ദൈവമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. ഈസ് എ സാങ്ക്ടിഫയർ. എബ്രായ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സാങ്ക്ടിഫൈ ചെയ്യുന്നയാളും ശുദ്ധീകരിക്കുന്നയാളും ശുദ്ധീകരിക്കപ്പെടുന്നവർക്കും ഒരാളത്രേ പിതാവ്. സോ ഹി ഈസ് എ സാങ്ക്ടിഫയർ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളെല്ലാവരും ശുദ്ധീകരണം പ്രാപിച്ചവരല്ലേ? വീണ്ടെടുക്കപ്പെട്ട നാളുകളിൽ വീണ്ടും ജനനം പ്രാപിച്ചപ്പോൾ കർത്താവ് തന്റെ ആത്മാവിനാൽ നമ്മളെ കഴുകി ശുദ്ധീകരിച്ചു, അല്ലേ? നമ്മുടെ ആത്മാവിനെ കഴുകി ശുദ്ധീകരിച്ചു. കർത്താവെ ഞങ്ങളുടെ പരിശുദ്ധ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പറഞ്ഞപ്പോൾ ഈ 3 തലങ്ങളിലും നമുക്ക് കഴുകൽ ലഭിച്ചു. നമ്മുടെ ആത്മാവിനെ അവിടുന്ന് കഴുകി, നമ്മുടെ ദേഹിയെ അവിടുന്ന് കഴുകി, നമ്മുടെ ശരീരത്തെയും അവിടുന്ന് കഴുകി, ദേഹത്തെയും അവിടുന്ന് കഴുകി, നമ്മളെ പൂർണ്ണമായി ശുദ്ധീകരിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഏതൊക്കെ ചെളിവെള്ളത്തിൽ വീഴുന്നുണ്ട് ഇപ്പോഴും. നമ്മുടെ ചിന്തകളെ മലിനമാക്കുന്ന, നമ്മുടെ ആത്മാവിനെ മലിനമാക്കുന്ന, നമ്മുടെ ശരീരത്തെ മലിനമാക്കുന്ന ഏതെല്ലാം പാപ സ്വഭാവങ്ങളിൽ നാം വീഴുന്നുണ്ട്. മുമ്പേ പറഞ്ഞതുപോലെ ആ കുഞ്ഞിനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ച് ലിവിംഗ് റൂമിൽ ഇരുത്തിയിട്ട് പറഞ്ഞു, മോന് നീ വെളിയിൽ പോയി ചാടരുത്, ചള്ളക്കകത്ത് പോകരുത്, ചെളിവെള്ളത്തിൽ പോയി ചാടരുതെന്ന് മമ്മി പറഞ്ഞിട്ട് പോയി. അതുപോലെ കർത്താവ് നമ്മളോട് പറഞ്ഞു, നിന്നെ ഞാൻ ശുദ്ധീകരിച്ചിരിക്കുക,
നിന്നെ ഞാൻ കഴുകി വെടിപ്പാക്കിയിരിക്കുക. പുത്രന്റെ രക്തത്താൽ, തിരുവചനത്താൽ, പരിശുദ്ധാത്മാവിനാൽ നിന്നെ ഞാൻ കഴുകി ശുദ്ധീകരിച്ചിരിക്കുക. ഇനി നീ സൂക്ഷിക്കേണ്ടത് ഡെലിബറേറ്റ്ലി. ഇപ്പൊ ഞാൻ ഈ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ പോലെ, മമ്മി അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെയും ആ കുഞ്ഞ് പോകുന്നിടത്ത് ചിലപ്പോ വീണെന്നിരിക്കും, തെറ്റി വീണെന്നിരിക്കും. അല്ലെങ്കിൽ ആ കുഞ്ഞു ചെയ്യണ്ട മറ്റാരെങ്കിലും ചെളിവെള്ളം തെറിപ്പിച്ചെന്നിരിക്കും. But the point is this: is the child taking care of herself? Is the child doing everything possible in his capacity, in her capacity, to preserve her, to keep her clean? ദേഹത്ത് ചെളിവെള്ളം വീഴുന്നോ, ചെളിയിൽ വീഴുന്നോ ഉള്ളതല്ല അവിടുത്തെ വിഷയം. നമ്മൾ എത്രമാത്രം നമ്മളെ തന്നെ സൂക്ഷിക്കുന്നു വീഴാതിരിക്കാൻ. അതാ ഇന്നത്തെ രാത്രി നാം ശ്രദ്ധിക്കേണ്ടത്. എന്റെ കർത്താവേ, അവിടുന്ന് ഈ നിമിഷം വന്നാൽ, ഹല്ലേലൂയ, ഞാൻ എടുക്കപ്പെടുമെന്നുള്ളതിന്റെ തെളിവ് ഞാൻ പെന്തിക്കോസ്ത് സഭയിലെ അംഗമാണെന്നുള്ളതല്ല. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് പറയാം ദൈവമക്കളെ, കർത്താവിന്റെ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടുമെന്ന് പറയുന്ന 99% എടുക്കപ്പെടുമോ എന്നുള്ളത് സംശയമാണ്. നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഏത് സഭയിലായിരിക്കുന്നു എന്നുള്ളതല്ല. our identity is Christ. Always remember our identity is the disciple of Jesus Christ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ദൈവസഭയുടെ ഭാഗമാണെന്നാണ് നമ്മളെല്ലാവരും പറയുന്നത്. നമ്മുടെ ചിന്തകളിലേക്കൊന്ന് നോക്കി, എന്തൊക്കെയാ നമ്മൾ ചിന്തിക്കുന്നത്? നമ്മുടെ സംസാര രീതിയിലേക്കൊന്ന് നോക്കി, എന്തൊക്കെയാ നമ്മൾ സംസാരിക്കുന്നത്? നമ്മുടെ ഓട്ടം നോക്കി, എന്തിനൊക്കെ വേണ്ടിയാ നമ്മൾ ഈ ഓടുന്നത്? നമ്മുടെ ജീവിതത്തിൽ സഭയ്ക്കുള്ള പ്രാധാന്യം എന്തുവാ? നമ്മുടെ ജീവിതത്തിൽ കൂട്ടായ്മയ്ക്കുള്ള പ്രാധാന്യം എന്തുവാ? നമ്മുടെ ജീവിതത്തിൽ സഹോദരങ്ങളോടുള്ള സ്നേഹത്തിന്റെ പ്രാധാന്യം എന്താ? ഇന്ന് പകരം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. രാവിലെ 6 മണിക്ക് നമ്മൾ ഉണർന്നു, ഇപ്പൊ രാത്രി ഇത്രയും സമയമായി എത്ര പ്രാവശ്യം കർത്താവിനെ കുറിച്ച് ഓർക്കാൻ നമുക്ക് കഴിഞ്ഞു? കർത്താവെ, എന്നെ വീണ്ടെടുത്തതിന് നന്ദി എന്ന് പറയുവാൻ എത്ര പ്രാവശ്യം കഴിഞ്ഞു? നാം ചിന്തിച്ചത്, നാം ഓടിയത്, നാം പ്രയത്നിച്ചത്, നാം സമയം ചെലവഴിച്ചത് എല്ലാം നമ്മുടെ ദേഹത്തിന് വേണ്ടിയാ, അല്ലെങ്കിൽ നമ്മുടെ ദേഹിക്ക് വേണ്ടിയാ, ആത്മാവിന് വേണ്ടി എത്രയാ? ഇവിടെ വചനം പറയുന്നത് എന്താണെന്നറിയാമോ? ഈ വചനം വളരെ ശ്രദ്ധയോടെ നമ്മളൊന്ന് കേൾക്കണം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അതിന്യമായി വെളിപ്പെടുംവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഒരു വലിയ വാണിംഗ് അതിനകത്തുണ്ട്. കാക്കപ്പെട്ടില്ലെങ്കിൽ എന്തു പറ്റും? നിന്ദ്യമായി പോകും. വി വിൽ ബി അഷെയിംഡ്. അതാ വാക്യത്തിന്റെ അർത്ഥം. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നമ്മൾ അഷെയിംഡ് ആയി പോവും, എടുക്കപ്പെടാതെ വരും. ഒന്ന് വായിച്ചു നോക്കിയാൽ സൂക്ഷിച്ച്, അതിന് മറ്റൊരു അർത്ഥമുണ്ടോ എന്ന്. കാക്കപ്പെട്ടില്ല എങ്കിൽ, അശേഷം നമ്മൾ കാക്കപ്പെട്ടില്ല എങ്കിൽ, സൂക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ, ആത്മാവിലും ദേഹിയിലും ദേഹത്തിലും കളങ്കപ്പെടാത്തവരായി നാം നമ്മെ തന്നെ സൂക്ഷിച്ചില്ല എങ്കിൽ എന്തു പറ്റും? അവിടുത്തെ പ്രത്യക്ഷതയിൽ നാം നിന്ദിച്ചു പോകേണ്ടി വരും, നിന്ദിക്കപ്പെടേണ്ടി വരും. അതാ അനിന്യമായി. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന വാക്ക് നോക്കിയേ അവിടെ, പ്രിസേർവ്ഡ് ബ്ലെയിംലെസ്. നമ്മൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ ദൈവമക്കളെ. ഹല്ലേലൂയ. നാം നമ്മെ തന്നെ സൂക്ഷിക്കുക. കർത്താവ് ശുദ്ധീകരിക്കുന്നവനാണ്. പ്രൈസ് ഗാഡ്. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മുമ്പേ പറഞ്ഞ എക്സാമ്പിളില് ആ കുഞ്ഞിനോട് പറഞ്ഞു, മോന് വെളിയിലൊന്നും പോയി ചാടുന്നത്, മോള് വളരെ സൂക്ഷിക്കണം. ടേക്ക് കെയർ ഓഫ് യുവർസെൽഫ്. ഡോണ്ട് ഗെറ്റ് യുവർ ഷർട്ട്, ഡോണ്ട് ഗെറ്റ് യുവർ ഡ്രസ് ഡർട്ടി. But sometimes it happened. When the child went out to play, she was taking care that she should not be, defiled, or she should not be, mud onnum varadirikkan vendi careful ആയി. But some children, friends, throw mud on her body, throw mud on her dress. She got dirt, or possibly she has slipped. Avulu veenu, fell on the ground and got it mud. What would happen? She would come back to her mama and say, "Mama, I am so sorry. You told me to take care, but it happened. You look on me, it's all mud again." What would mommy do? Mommy would take her again to the bath, get her bath, again warning her, take care of yourself. I tell you, my brother, my sister, this is exactly apply these same reality to our spiritual life. When we get dirt, when we get defiled, what we need to do, we need to come back to God and say, "Lord, I'm sorry.
I am sorry. Oh Lord Jesus, cleanse me with your blood. Oh Holy Spirit of God, cleanse me. We need to cry out. Is there a cry in our heart? Is there a cry in our heart? If there is no cry in your heart, there is no sign that you are born again. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആ നിലവിളി ഉണ്ടോ സഹോദര സഹോദരി? ഇന്നത്തെ രാത്രിയിൽ ജീവിതത്തിൽ അരുതാത്തത് കാണുമ്പോൾ, അരുതാത്തത് കേൾക്കുമ്പോൾ, അരുതാത്തതിനു വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ, മറ്റുള്ളവരെ വേദനിപ്പിച്ചത് എന്തിനെന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോട് തന്നെ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അരുതാത്ത വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് കടന്നു വരുമ്പോൾ, കോപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, അർഹിക്കാത്തതിനെ നാം മോഹിക്കുമ്പോൾ, ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഈ കണ്ണുനീര് വരുമോ, ഈ കരച്ചിൽ വരുമോ? ലോർഡ് ഐ ആം സോറി. ആ കണ്ണുനീര് കരച്ചിൽ വരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം, ദൈവ പൈതലേ, നീ എത്ര വലിയ പെന്തിക്കോസുകാരനാ പെന്തിക്കോസുകാരി എന്ന് പറഞ്ഞാലും ശരി, ഒരു സത്യം പറയട്ടെ, നീ രക്ഷിക്കപ്പെട്ടിട്ടില്ല. നീ രക്ഷിക്കപ്പെട്ടിട്ടില്ല. There is no life in you. If you have life in you, that will show its sign. ജീവൻ അകത്തുണ്ടെങ്കിൽ അതിന്റെ അടയാളം നമ്മൾ പുറത്ത് കാണിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങളിലേക്ക് നിങ്ങളെ ഒന്ന് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുക. Please turn with me to Philippians chapter 2, verse 12. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവിനെ കുറിച്ച് ആ ഒന്നുമുള്ള വാക്യങ്ങളിൽ കർത്താവ് തന്ന എക്സാമ്പിളിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം നാം എങ്ങനെയായിരിക്കണം ദൈവസന്നിധിയിൽ എന്നുള്ളത് പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞിട്ട് 12ാമത്തെ വാക്യത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി, ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഹിയർ ഈസ് എ മാൻ ഓഫ് ഗോഡ്. He is crying out for the people of God and exhorting them, encouraging them, at the same time warning them. അടുത്തിരിക്കുമ്പോൾ മാത്രമല്ല, ദൈവദാസൻ ആ സഭയെക്കുറിച്ചുള്ള ഭാരം, ആ ദൈവത്തിന്റെ ദാസൻ അപ്പോസ്തലൻ ദൂരത്തിരിക്കുമ്പോഴും ഒരേ ഒരു ഭാരമേ ഉള്ളൂ, കർത്താവിന്റെ ജനം നഷ്ടപ്പെട്ടു പോകുമോ? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അങ്ങനെ ഭയപ്പെടുവാൻ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ, ഒരിക്കൽ രക്ഷിക്കപ്പെട്ട എപ്പോഴും രക്ഷയിൽ തന്നെ ഇരിക്കും. ഒരിക്കൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയാൽ ഒരിക്കലും മായ്ക്കപ്പെടത്തില്ലെന്നുള്ള ഫോൾസ് ടീച്ചിങ് ആണ് സത്യമായിരുന്നതെങ്കിൽ ഒരിക്കലും ഈ അപ്പോസ്തലൻ ഇങ്ങനെ ഭാരപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോസ്തലൻ ഇങ്ങനെ ചിന്തിച്ചാലേ, അവരെല്ലാം രക്ഷിക്കപ്പെട്ടവരാണല്ലോ, അവരെല്ലാം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ട് സ്നാനപ്പെട്ടവരാണല്ലോ, അവരെല്ലാം സഭയുടെ ഭാഗമാണല്ലോ, ഇനിയിപ്പോ സാരമില്ല, എന്തെങ്കിലും കുറവ് വന്നാലും ഇച്ചിരി കൃപയിലൊക്കെ കുറവ് വരുമെന്നേ ഉള്ളൂ, എന്നാലും അവിടെ എത്തിക്കോളുമല്ലോ. അങ്ങനെ അപ്പോസ്തലൻ ധരിക്കുമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല അപ്പോസ്തലൻ ധരിച്ചത്. വായിച്ചു നോക്കിക്കേ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, അതെ, ഞാൻ അരികത്തിരിക്കുമ്പോൾ നിങ്ങൾ അനുസരിക്കുമായിരുന്നു. ദൈവത്തിന്റെ ദാസനായ പൗലോസിനെ ഭയന്നൊരു പക്ഷേ സഭയിലുള്ളവർ പലരും അനുസരിക്കുമായിരുന്നു. എന്നാൽ അപ്പോസ്തലൻ പറയുക, ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഞാൻ ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുവിൻ. രക്ഷിക്കപ്പെട്ടവൻ ഇനി എന്തിനാ രക്ഷയ്ക്കായി പ്രവർത്തിക്കേണ്ടത്? രക്ഷിക്കപ്പെട്ട വ്യക്തി ഇനി എന്തിനാണ് രക്ഷയ്ക്കായി പ്രവർത്തിക്കേണ്ടത്? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കഴിഞ്ഞൊരു നാളിൽ നമ്മളൊരു മെസ്സേജ് കേട്ടതാണ്. സാൽവേഷന് 3 ടെൻസ് ഉണ്ട്. There are 3 tenses for salvation. ഒന്ന് പാസ്റ്റ് ടെൻസ്, 2 പ്രസന്റ് ടെൻസ്, പിന്നെ ഫ്യൂച്ചർ ടെൻസ്. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ സേവ്ഡ് ഫ്രം സിൻ. കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്ന് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, കർത്താവിന്റെ മകളായി തീർന്നു കഴിഞ്ഞപ്പോൾ, നമ്മുടെ പഴയ ആ ഗിൽറ്റ് ഓഫ് അവർ സിൻ, transgressions, all were forgiven, dealt with our past life. That is called saved from past sins. Salvation in the past. What is salvation in the present? Salvation in the present is being saved from the power of sin. ഇവിടെ നോക്കിയേ, രക്ഷയ്ക്കായി പ്രവർത്തിക്കുവിൻ. ഇറ്റ് ഈസ് പ്രസന്റ് ടെൻസ്. നമ്മുടെ രക്ഷ, നമുക്ക് ലഭിച്ചിരിക്കുന്ന സാൽവേഷൻ, നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷയെ നാം സൂക്ഷിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ നമ്മളൊന്ന് നോക്കിയ സഹോദരങ്ങളെ, അധികമായി ഭയത്തോടും വിറയലോടും കൂടെ
ഈ വാക്കുകളൊക്കെ ഈ നാളുകളിൽ പ്രസംഗത്തിൽ കേൾക്കാറുണ്ടോ സഹോദര സഹോദരി? നമ്മൾ എത്ര പേര് ഇതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്? ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീനെന്ന്. അതിന്റെ അർത്ഥം born again ആകുന്നതല്ല. born again ആയപ്പോൾ അവർ past sins were forgiven. സാൽവേഷന്റെ പ്രസന്റ് ടെൻസ് ആണ്. being saved from the power of sin. പാപം നമ്മളെ താഴേക്ക് വലിക്കുകയാണ്, ലോകം നമ്മളെ താഴേക്ക് വലിക്കുകയാണ്, പിശാച് നമ്മളെ വഞ്ചിക്കുവാനുള്ള വഴികളെല്ലാം ഒരുക്കിയിരിക്കുകയാണ്. എന്നാൽ അതിന്റെ ശക്തിയിൽ നിന്ന് നാം രക്ഷിക്കപ്പെടേണ്ടതിന്, രക്ഷ പ്രാപിക്കേണ്ടതിന് അധികം വിറയലോടും കണ്ണുനീരോടും കൂടെ ദൈവസന്നിധിയിൽ കരയണം. എന്താണ് ഫ്യൂച്ചർ ടെൻസ് സാൽവേഷന്റെ? will be saved from the presence of sin. That is a future tense that God will do in our life. We will be saved from even the presence of sin. Hallelujah. ഇവിടെ അടുത്ത വാക്യം നോക്കിയേ, 13ാമത്തെ വാക്യം പറയുന്നു, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഇവിടെ പറഞ്ഞു 12ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ അധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുവിൻ, അതിനായിട്ട് കാക്ഷിക്കുവിൻ, അതിനായിട്ട് സൂക്ഷിക്കുവിൻ, അതിനായിട്ട് സമർപ്പിക്കുവിൻ. നിങ്ങളുടെ ആത്മാവിനെയും ദേഹത്തെയും വഞ്ചിക്കുന്ന ഒന്നിലും നിങ്ങൾ അകപ്പെടാതെ നിങ്ങളെ തന്നെ കാക്കുവിൻ. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത്യുന്നതനായ ദൈവം, അതിനുള്ള ആഗ്രഹം തരുന്ന ദൈവം, അതിനായി നിന്നെ സഹായിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ മുമ്പേ പറഞ്ഞ എക്സാമ്പിളിലേക്ക് വരിക. കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ഡ്രസ്സൊക്കെ വെച്ചിട്ട് ഈ കുഞ്ഞിനെ ഇവിടെ വെച്ചേക്കുക. എന്നല്ല അമ്മ അങ്ങോട്ട് പോകുമ്പോ ചാടി പിന്നെയും വെള്ളത്തിൽ പോകുന്ന ഒരു കുഞ്ഞാണെന്ന് വെച്ചോ. ഈ അമ്മ എത്ര പ്രാവശ്യം കുളിപ്പിക്കും എന്ന് പറഞ്ഞ്? അമ്മ പറയും കുളിപ്പിച്ചാലും കുളിപ്പിച്ചില്ലേലും ഒരു പ്രയോജനവുമില്ല. പറയത്തില്ലേ? പറയും. കാരണം ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം 50 പ്രാവശ്യം വീതം കുളിപ്പിക്കേണ്ടി വരും. ആ കുഞ്ഞിന് തന്നെ സൂക്ഷിക്കാൻ പറ്റുന്നില്ല. അതിനൊരു ആഗ്രഹം ഉള്ളിലില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ അമ്മയ്ക്ക് അല്ലെങ്കിൽ ആ അപ്പന് ആ കുഞ്ഞിനെ ഇങ്ങനെ കുളിപ്പിച്ച് നല്ല ടൈഡിയായിട്ട് ഇരുത്താൻ പറ്റും? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവ് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ കർത്താവ് ചിന്തിക്കുന്നത് ഇതാണ്, കർത്താവ് നോക്കുന്ന ഇതാണ്. ഈ എന്റെ മകൻ, ഈ എന്റെ മകൾക്ക് ആരുടെ വിശുദ്ധിയോടെ ജീവിക്കാനുള്ള ആഗ്രഹമുണ്ടോ? അതിനുവേണ്ടിയുള്ള ഒരു കരച്ചിലുണ്ടോ? അതിനുവേണ്ടി ഒരു ദാഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഈ 13ാമത്തെ വാക്യം പറയുന്നു, ഹല്ലേലൂയ, നിങ്ങളിൽ ദൈവം തിരുവുള്ളമുണ്ടായി പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിൽ ഈ ആഗ്രഹമുണ്ടോ? നമ്മുടെ ഓട്ടം എല്ലാം ഈ 10, 30, 80 വർഷത്തേക്കുള്ള ജീവിതത്തിന് വേണ്ടിയല്ലേ? ഓടണ്ട എന്നല്ല അതിന് പറയുന്നതിന്റെ അർത്ഥം. എന്നാൽ നിത്യമായ ജീവിതത്തിന് വേണ്ടി, മരണശേഷമുള്ള നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ എത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. അതിന് എത്ര നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്? നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ ഒന്ന് പെട്ടെന്ന് എടുത്തിട്ട് ഞാൻ മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 2 Corinthians 7-ാം അധ്യായം 1-ാമത്തെ വാക്യം. 2 Corinthians 7:1. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ഇതാര് ചെയ്യേണ്ടതാ? നമ്മൾ ആദ്യം വായിച്ചു തെസ്സലോനിക്ക ലേഖനത്തിൽ, നമ്മൾ 5-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ വായിച്ചു, ദൈവമാണ് നമ്മളെ സാങ്ക്ടിഫൈ ചെയ്യുന്നതെന്ന്, ദൈവമാണ് നമ്മളെ വിശദീകരിക്കുന്നതെന്ന്. പക്ഷെ ഇവിടെ പറയുന്ന, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വാക്യങ്ങൾ ആര് ചെയ്യേണ്ടതാ? നമ്മൾ ചെയ്യേണ്ടതാണ്. ഇവിടെ പറയുന്നു ഈ വാഗ്ദത്തങ്ങൾ നമുക്കുണ്ട്. മുകളിൽ എഴുതിയിട്ടുണ്ട്, ദൈവം നമുക്ക് പിതാവായി തീരുന്നത്, നാം ദൈവത്തിന് മക്കളായി തീരുന്നത്, പുത്രന്മാരും പുത്രിമാരുമായി തീരുന്നത്. പഴയ നിയമത്തിൽ അത് അസാധ്യമായിരുന്നു. എന്നാൽ അത് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അത് സാധ്യമായി തീർന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമായി നാം തീരുവാൻ ക്രിസ്തുയേശുവിൽ ദൈവം നമുക്ക് വരം തന്നിരിക്കുന്നു. ഇത്ര മഹത്വകരമായ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്, because we have these great promises on our side for us, what we need to do, ഈ വാക്യം എഴുതിയിരിക്കുന്നു, having therefore these promises, dearly beloved, let us cleanse ourselves from all filthiness of the flesh, spirit, perfecting holiness
in the fear of God. Perfecting holiness in the fear of God. Hallelujah. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെടാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്തോന്നറിയാമോ? ദൈവ ഭയം നമ്മളിൽ നിന്നൊന്ന് മാറ്റിയാൽ മതി. അതുകൊണ്ട് ആ പിശാച് ഏറ്റവും നല്ല പണി ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇന്ന് അനേക ദൈവമക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ഈ കർത്താവിനെ കാണുന്നതെന്നറിയാമോ? നമ്മുടെ കൂടെ ഈ കൂടിരുന്ന് പഠിക്കുന്ന പിള്ളേരുടെ കൂട്ടാ, നമ്മുടെ ബഡിയായിട്ട്, നമ്മുടെ ഫ്രണ്ടായിട്ട് എത്ര കാഷ്വലായിട്ടാ കർത്താവിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഹി ഈസ് മൈ ഫ്രണ്ട്, he is walking with me, he is crying with me, he is laughing with me, he is smiling with me. കർത്താവിനെ ആ ലെവലിലേക്ക് കൊണ്ടുവന്നിരിക്കുക, എന്റെ ഇഷ്ടമനുസരിച്ച് തുള്ളുന്ന ഒരാളായിട്ട്. ഇന്നത്തെ പാട്ടുകാരും അങ്ങനെ പാട്ടുകൾ എഴുതുന്നത്, അത് പാടി നമ്മൾ രസിച്ച് നടക്കുക. ചിലരുണ്ട് തലയിൽ തുണിയൊന്നും ഇടാതിരുന്ന് പ്രാർത്ഥിക്കും. അവരോട് ചോദിക്കും എന്താ തലയിലൊന്നും തുണി ഇടാത്തതെന്ന് ചോദിച്ചാൽ അവർ പറയും അപ്പന്റെ അടുത്ത് പോകുന്ന എനിക്ക് തലയിൽ തുണിയിടേണ്ട കാര്യമുണ്ടോ? ശരിയാ, തുണിയിടണ്ട. ദൈവത്തിന്റെ വചനം പറയുന്നു, 1 കൊരിന്ത്യർ 11-ാം അധ്യായം താഴേക്ക് ഒന്ന് വായിച്ചു നോക്ക്. എന്താ ദൈവത്തിന്റെ വചനം പറയുന്നത്? ഞാൻ എന്താ പറയുന്നതെന്ന് അറിയാമോ? ഫിയർ ഓഫ് ഗോഡ് ഈസ് റിമൂവ്ഡ് ഫ്രം ദ ലൈഫ് ഓഫ് എ ക്രിസ്ത്യൻ. ദൈവം എന്നെ പോലുള്ള ഒരാളാന്നുള്ള ചിന്ത എന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാ ദൈവത്തെ ഭയപ്പെടേണ്ടത്? യേശു എന്നെ പോലുള്ള ഒരാളാന്ന് ഞാൻ അങ്ങ് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ഞാൻ കർത്താവിനെ ഭയപ്പെടുന്നത്? എന്നാൽ അവിടുന്ന് ദൈവവും ഞാൻ വെറുമൊരു മനുഷ്യനുമാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോഴാണ് ഞാൻ കർത്താവിനെ ഭയപ്പെടുന്നത്, ദൈവത്തെ ഭയപ്പെടുന്നത്. ദൈവത്തിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന്. അത് എന്റെ സ്റ്റാൻഡേർഡ് പോലല്ല. പിന്നെയോ ദൈവം എന്റെ സ്റ്റാൻഡേർഡ് ആകുവാനല്ല, പിന്നെയോ ഞാൻ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ആകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനൊരു മുഖാന്തരം ഒരുക്കി തന്നു യേശുവിലൂടെയുള്ള രക്ഷ. അതിനൊരു ഹെൽപ്പറിനെ തന്നു പരിശുദ്ധാത്മാവ്. അതിനൊരു വഴി തന്നു ദൈവത്തിന്റെ വചനം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇവിടെ എഴുതിയിരിക്കുന്നു, നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. എന്തിന്? ഈ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ. To have these promises which were aforesaid, which were said above. എന്താ ചെയ്യേണ്ടത്? നാം നമ്മെ തന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ വാഗ്ദത്തങ്ങൾ കിട്ടത്തില്ലെന്ന ആ വാക്യത്തിന്റെ അർത്ഥം അല്ലേ? ഇങ്ങനെയൊക്കെയുള്ള പ്രസംഗങ്ങളോ ഈ വചനങ്ങളൊക്കെ നമ്മൾ പ്രസംഗിക്കുകയാണെങ്കിൽ നമ്മളെ ഹെററ്റിക് ആയിട്ട് തന്നെ, അല്ലെങ്കിൽ കൾട്ട് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞു കളയും, ഒറ്റപ്പെടുത്തി കളയും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ദൈവമക്കളെ, നിത്യതയിൽ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന നാളുകളിൽ ഈ മെസ്സേജുകൾ നമുക്കൊന്ന് ഓർമ്മ വരും. ഹല്ലേലൂയ. നാം കഴിക്കുന്ന യാഗങ്ങൾ കൊണ്ടോ, നാം ചെയ്യുന്ന ദാനപ്രവൃത്തികൾ കൊണ്ടോ, നാം എടുക്കുന്ന ഉപവാസം കൊണ്ടോ, നാം നടത്തുന്ന പ്രസംഗങ്ങൾ കൊണ്ടോ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, അവർ പേഴ്സണൽ വാക്ക് വിത്ത് ഹിം. കർത്താവിനോട് കൂടെയുള്ള നമ്മുടെ നടപ്പ്, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം. Let me tell you, don't take this message as a message of condemnation. കുറ്റപ്പെടുത്തുന്ന മെസ്സേജായി, ശിക്ഷാവിധിയുടെ മെസ്സേജായി നിങ്ങൾ എടുക്കരുത് സഹോദരങ്ങളെ. None of us can be perfect. നമുക്ക് ആർക്കും പെർഫെക്റ്റ് ആകാൻ ഒക്കത്തില്ല. പക്ഷെ കർത്താവ് നോക്കുന്നതിന് ആഗ്രഹം നമുക്കുണ്ടോന്നാ. Do you have a heart? Do you have a desire to be cleansed, to keep you pure before God because you fear God? ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ ദൈവമക്കളെ? ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ? ദൈവത്തെ ഭയപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവ് അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുമെന്നുള്ളതാണ്. കുഞ്ഞുങ്ങൾ ഒരു അപ്പനെ ഭയപ്പെടുന്നു എന്നുള്ളതിന് തെളിവ് എന്തോന്നറിയാമോ? അപ്പൻ പറയുന്നത് അനുസരിക്കും. അത് രണ്ടു കാര്യത്തിലുണ്ട്. സ്നേഹിക്കുന്നതിന്റെ തെളിവും അതാണ്. യോഹന്നാന്റെ സുവിശേഷം 14:15, 14:23, 14:21 ഒക്കെ പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകളെ അനുസരിക്കും. ദാറ്റ് ഈസ് വൺ സൈഡ്. ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ്. അവിടുത്തെ ഭയപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവും അതാ അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞില്ലേ, എനിക്ക് പെട്ടെന്ന് വീട്ടിൽ ചെല്ലണം, പപ്പ ഇപ്പൊ വരും. അതിന്റെ അർത്ഥം എന്തുവാ? പപ്പായെ പേടിക്കുന്നുണ്ട് അല്ലെ, മമ്മിയെ പേടിക്കുന്നുണ്ട് അല്ലേ? വെളിയിലോട്ട് പോകുമ്പോ മമ്മി പറയും ഇരുന്ന് പഠിച്ചോണം, TV ഒന്നും ഓൺ ചെയ്യരുതെന്ന് പറയും ഇല്ലേ? TV ഉള്ള വീടുകളില് മമ്മി വെളിയിലോട്ട് പോയി കഴിയുന്നുണ്ടെ മോനെ അല്ലെ മോളെ TV എടുത്ത് ഓൺ ചെയ്യും. എന്നിട്ട് ഒരാളോട് പറയും വെളിയിലോട്ട് നോക്കിക്കോണേ മമ്മി വരുന്നുണ്ടോ എന്ന്. മമ്മി വെളിയിലോട്ട് വന്ന് കാറ് കൊണ്ട് നിർത്തി പെട്ടെന്ന് TV ഓഫ് ചെയ്തു. അത് എന്തിനാ? മമ്മിയോടുള്ള സ്നേഹം കൊണ്ടാന്നോ? അല്ല, മമ്മിയെ പേടിക്കുന്നുണ്ടാ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവിനെ ഭയപ്പെടുന്നു എന്നുള്ളൊരു തെളിവ് അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നു.
കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് തെളിവും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നു. ഇത് രണ്ടും. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എത്ര കൽപ്പനകളാണ് അനുസരിക്കുന്നത്? നമ്മൾ ചിലപ്പോൾ 99 കൽപ്പനകൾ അനുസരിക്കും, ഒന്ന് കളയും. ഞാനൊരു കാര്യം പറയട്ടെ, 99 കൽപ്പനകൾ സന്തോഷത്തോടെ അനുസരിച്ചാലും അറിഞ്ഞുകൊണ്ട് ഒരു കൽപ്പന തള്ളിക്കളഞ്ഞാൽ ഈ 99 തള്ളിക്കളഞ്ഞതിന് തുല്യമാ, അല്ലേ? ശരിയല്ലേ? എത്രയോ കൽപ്പനകളുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. സഭായോഗത്തെ അലക്ഷ്യമായിട്ട് കരുതരുത്, കാണരുതെന്നും പറഞ്ഞൊരു വചനം എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലുണ്ട്. ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളെ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്, അല്ലേ? അത് കൽപ്പനയല്ലേ? നമ്മളിൽ എത്ര പേരത് പ്രാധാന്യത്തോടെ ആ കൽപ്പന കാണുന്നുണ്ട്? സ്വയം ഒന്ന് ശോധന ചെയ്തേ ദൈവമക്കളെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൽപ്പന എന്ന് പറയുന്നത് സ്നാനപ്പെടുന്നത് മാത്രമാണ്. എല്ലാവരോടും ചോദിക്കും, സ്നാനപ്പെട്ടതാന്നോ? അല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ മുഖം ചുളിക്കും. കാരണം ഇയാളെ നരകത്തിലേക്കാ പോകുന്നതെന്ന് നമ്മൾ ഉടനെ പറയുന്നത്, അല്ലേ? കാരണം ഞാൻ സ്നാനപ്പെട്ട ആളാ. ഒരു പ്രയോജനവുമില്ല സ്നാനപ്പെട്ടത് കൊണ്ട്. അത് ആർക്കു വേണമെങ്കിലും സ്നാനപ്പെടാം. കാക്കയും വെള്ളത്തിൽ ചാടി കുളിച്ചിട്ട് കരയ്ക്ക് കയറും. അതിനെ സ്നാനപ്പെടുന്നല്ല പറഞ്ഞത്. സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ മരിച്ചടക്കപ്പെടുന്ന ശുശ്രൂഷയാണ് സ്നാനം. നീയും ഞാനും മരിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് ഞാനും നീയും യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്നത്, പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്നത്. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതൽ താഴേക്ക് പഠിച്ചാൽ ആ വചനം അതിനകത്ത് വ്യക്തമായിട്ട് നമുക്ക് വെളിപ്പെട്ടു തരും. ഞാൻ മരിച്ചു എന്നുള്ളതിന്റെ തെളിവ്. ഞാൻ ഈ ലോകത്തിലേക്ക് മരിച്ചു. ലോകത്തിനോട് ഞാൻ മരിച്ചു. പാപത്തിനോട് ഞാൻ മരിച്ചു. എന്റെ മോഹങ്ങൾക്ക് ഞാൻ മരിച്ചു. ഞാനൊരു പുതിയ മനുഷ്യനായി തീർന്നു. എന്റെ പഴയ ശരീരത്തെ ഞാൻ കുഴിച്ചിടുക. അതാണ് സ്നാനം. ഞാൻ എഴുന്നേൽക്കുന്നത് പുതിയ ഇൻ ദ ന്യൂനെസ് ഓഫ് ലൈഫ്. ജീവിതത്തിന്റെ പുതുക്കത്തോടാണ് ഞാൻ അവിടുന്ന് എഴുന്നേൽക്കുന്നത്. അതാ സ്നാനത്തെ കാണിക്കുന്നത്. നമ്മൾ കരയ്ക്ക് കയറിയതിനു ശേഷവും ഇത് എത്ര വർഷമായി? സ്നാനക്കടവിൽ നിന്ന് കരയ്ക്ക് കയറിയിട്ട് എത്ര വർഷമായി ദൈവമക്കളെ? നമ്മുടെ ജീവിതം എങ്ങനെയാ? സ്വയം ശോധന ചെയ്യണം ദൈവമക്കളെ, സ്വയം ശോധന ചെയ്യണം. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നു, ഞാൻ ദൂരത്തിരിക്കുമ്പോഴും നിങ്ങൾക്ക് എഴുതുക, അധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. അത് എഴുതാൻ ആ ദൈവത്തിന്റെ ദാസന് ആവശ്യം എന്തോ? ഏതായാലും പുള്ളിക്കാരെ സ്വർഗ്ഗത്ത് പോകുമല്ലോ. ഇവരെവിടെ വേണമെങ്കിലും പോകട്ടെ എന്ന് കർത്താവിന്റെ ദാസന് കരുതിയാൽ മതിയായിരുന്നല്ലോ. ഇല്ല. ഞാൻ സഹോദരിമാരെ ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പേര് സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? നിങ്ങൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ആ സഹോദര സ്നേഹം കൊണ്ടാ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? നമ്മളെ മാത്രമേ സ്നേഹിക്കുന്നുള്ളെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ രാത്രി ഈ തിരുവചനം കേൾക്കുമ്പോൾ നാം നമ്മെ തന്നെ ശോധന ചെയ്യുക ദൈവമക്കളെ. നമ്മുടെ തെരഞ്ഞെടുപ്പിനെ ഉറപ്പാക്കുക, നമ്മുടെ വിളിയെ ഉറപ്പാക്കുക. കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ നാം ആരും ലജ്ജിച്ചു പോകുവാനിടയാവരുത്. അവിടുത്തെ സന്നിധി നാം എടുക്കപ്പെടണം. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്നു, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. വിശുദ്ധി നമ്മുടെ ജീവിതത്തിലുണ്ട്. Let us grow in the holiness of God. Let us grow in the holiness of God. നാം വിശുദ്ധിയിൽ വളർന്നുകൊണ്ടേയിരിക്കണം. അതാണ് നാം വീണ്ടും ജനിച്ചു എന്നുള്ളതിന്റെ തെളിവ്. ശരീരത്തിൽ ജനിച്ച ഒരു വ്യക്തി, ഭൗതികമായി ജനിച്ച ഒരു വ്യക്തി വളരുന്നു എന്നുള്ളതിന്റെ തെളിവ് ശരീരം വളർന്നുകൊണ്ടിരിക്കും. ആത്മാവിൽ ജനിച്ച ഒരു വ്യക്തി വളരുന്നു എന്നുള്ളതിന്റെ തെളിവ് വിശുദ്ധിയിൽ വളർന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. അടുത്തൊരു വാക്യം കൂടെ എടുത്തിട്ട് ഞാൻ ആ ഭാഗം ഒന്ന് വിടാനായിട്ട് ആഗ്രഹിക്കുക. മുന്നോട്ടൊരു വാക്യത്തിലേക്ക് വരുമ്പോൾ തീമോത്തിയുടെ 1 തീമോത്തി 6-ാം അധ്യായത്തില് 11 മുതലുള്ള വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, നമ്മളെ കർത്താവ് ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്ന് പറയും, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതല്ല, കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന് നല്ല പോർ പൊരുതുക. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. നിത്യജീവനെ മുറുകെ പിടിച്ചുകൊള്ളുക.
Hold on to eternal life. What does it mean? Hold on to being born again. അതിന്റെ അർത്ഥം എന്താ ദൈവമക്കളെ? നിത്യജീവനെ മുറുകെ പിടിച്ചോളാൻ പറഞ്ഞ അതിന്റെ അർത്ഥം എന്തുവാ? കുഞ്ഞുങ്ങളുടെ കയ്യിലൊക്കെ എന്തെങ്കിലും സാധനം കൊടുത്തിട്ട് നമ്മൾ മുറുക്കെ പിടിച്ചോണം എന്ന് പറഞ്ഞ എന്തിനാ? അത് കയ്യിൽ നിന്ന് താഴെ പോകാൻ സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞില്ലേ, ഹോൾഡ് ഓൺ ടു ഇറ്റ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? there is all possibility that you may lose it. എവിടെ കേൾക്കുന്നുണ്ട് ദൈവമക്കളെ ഈ പ്രസംഗം? ചിലർ പറയുന്നത് എന്താ? ജീവന്റെ പുസ്തകത്തിൽ എഴുതി കഴിഞ്ഞാൽ പോകത്തില്ലെന്നാ. നിത്യജീവൻ തന്നു കഴിഞ്ഞാൽ ആ ഇവിടെ അങ്ങനെയാണെങ്കിൽ പൗലോസ് ഇത് ആർക്ക് എഴുതിയ? തീമോത്തിക്ക് എഴുതിയതാ. തീമോത്തി, one of the finest godly man living on that time. Paul the apostle writing to Timothy, another apostle. Timothy, young man, hold on to eternal life, for that you have been called for. നിന്നെ അതിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏതൊക്കെ വിട്ടോടണമെന്നാ 10ാമത്തെ വാക്യം. ഈ 6-ാം അധ്യായം 1 മുതൽ താഴേക്കുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ആ പാപത്തിലേക്ക് അല്ലെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് അകറ്റുന്നതായ വിവിധ വിഷയങ്ങളെ കുറിച്ച് അപ്പോസ്തലൻ തീമോത്തിയോട് എഴുതിയതിനു ശേഷം 10ാമത്തെ വാക്യം പറയുന്നു, ദ്രവ്യാഗ്രഹം സകലവിധത്തിനും മൂലമല്ലോ, ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുടന്ന ബഹുദുഃഖങ്ങൾക്ക് അധീനരായിത്തീരുന്നു. ദ്രവ്യാഗ്രഹം എന്ന് പറയുമ്പോൾ ലോകത്തോടുള്ള സ്നേഹം, ലോകത്തോടുള്ള ഭ്രമം, ഈ ലോകത്തിനുള്ളതിന് വേണ്ടിയുള്ള ഓട്ടം, അതൊക്കെ അതിനകത്ത് വരാം. അത് കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുക, നീയോ അങ്ങനെ ഓടുന്ന ഒത്തിരി പേരുണ്ട്. ഒരു പക്ഷെ സഭയ്ക്കകത്തും അങ്ങനെ ഓടുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ നീയോ തിമോത്തി, ബട്ട് യു പ്രൈസ് ദി ലോർഡ്. ആ എക്സോർട്ടേഷൻ നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിലേക്ക് എടുക്കണം. There could be so many around us. There could be many in our church itself. But you, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി. ഏത്? ദ്രവ്യാഗ്രഹത്തെ വിട്ടോടണം, ലോകത്തെ വിട്ടോടണം, പാപത്തെ വിട്ടോടണം. അത് മാത്രമല്ല, പാപത്തിലേക്ക് നിന്നെ നയിക്കുന്ന സകല വഴികളെയും വിട്ടോടണം. ഞാൻ ശാന്തമായിട്ട് ദൈവജനമേ, ഞാൻ ദൈവജനത്തോട് ചോദിക്കുക, നമ്മൾ ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്നത് എവിടെയാ? ഒന്ന് പറഞ്ഞു എന്നോട്. നമുക്ക് തന്നെ അറിയാമല്ലോ പാപം ചെയ്യാനുള്ള സാധ്യതകളുള്ളത് എവിടൊക്കെയാ. 1, ഫോൺ. ആർ യു യൂസിങ് ഇറ്റ് കെയർഫുള്ളി? 2, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ്. 3, ഫോൺ. ഏതാ? ടോക്കിംഗ് ഫോൺ, സംസാരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചേ. അപ്പൊ എനിക്കറിയാം അവിടെ വീഴുമെന്ന്. ഇപ്പൊ റോഡില് ഈ ഐസൊക്കെ വരുന്ന സമയത്ത്, ഐസൊക്കെ ബ്ലാക്ക് ഐസൊക്കെ റോഡിൽ കിടക്കുന്ന സമയത്ത് നമുക്കറിയാൻ വേണ്ട അതിലേക്കൂടെ പോയാൽ തെറ്റി വീഴുമെന്ന്. അതിലേക്കൂടെ പോയാൽ തെറ്റി വീഴുമെന്ന് അറിഞ്ഞോട് പിന്നെ ഞാൻ അതിലേക്കൂടെ പോകുമോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്കറിയാം, ഞാൻ എല്ലാവരോടും പറയാം അതിലേ പോവല്ലേ വീഴും, അതിലേ പോവല്ലേ വീഴും. അത് പറഞ്ഞിട്ട് ഞാൻ അതിലെ കൂടെ പോയിട്ട് ഉരുണ്ട് വീണ് നട്ടല്ലൊടിഞ്ഞിട്ട് ആശുപത്രി കിടക്കും. ഒരാൾ വന്ന് ചോദിക്കുക, എന്തോ പറ്റിയതാ? ഞാൻ അതിലേ പോയതാ. ഓ, നിങ്ങൾ പറയാറില്ലേ അവരോട് അതിലേ പോകരുതെന്ന്, പിന്നെ നിങ്ങൾ എന്തിനാ പോയത്? നമ്മളെല്ലാവരോടും സുവിശേഷം പറയാൻ മിടുക്കരല്ലേ സഹോദരങ്ങളെ? ഈ വഴിയിലൂടെ പോകരുത്, കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണം. ഇതെല്ലാം പറയുന്ന നമ്മള് അറിഞ്ഞുകൊണ്ട് വീഴുന്ന അനുഭവങ്ങൾ ഒത്തിരിയില്ലേ? വീഴുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നാം കാഷ്വലായിട്ടുള്ള അപ്രോച്ച് കാണിക്കാറില്ലേ സഹോദരങ്ങളെ? എന്റെ ജീവിതത്തിലെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എന്റെ ബലഹീന വശങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. ചില വിഷയങ്ങളിൽ ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? ഞാൻ ആ വിഷയങ്ങളെ അവോയ്ഡ് ചെയ്യും. at any cost. At any cost, I don't want it, because I know my weaknesses. I would never allow devil to tempt me in that particular areas. So I keep myself away from that. പക്ഷെ നമ്മുടെ കുഴപ്പം എന്താണെന്നറിയാമോ? നമുക്ക് അതും വേണം, കർത്താവിനെയും വേണം, അല്ലേ? It will never happen. It will never. No one can serve 2 masters. That is the word of Jesus. No one can serve 2 masters. ഒന്നുകിൽ ഒരു ദൈവ പൈതലായി കർത്താവിന് വേണ്ടി കാത്തിരിക്കുക, അല്ലെങ്കിൽ ഒരു ലോക മനുഷ്യനായി, ലോക സ്ത്രീയായി ലോകത്തിന് വേണ്ടി ജീവിക്കുക. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇത് രണ്ടും കൂടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. ഇവിടെ അപ്പോസ്തലൻ തീമോത്തിയോട് പറയുക, നീ ഇതൊക്കെ വിട്ട് ഓടണം. കാരണം ഇതിലൊന്നും ജീവനില്ല. ഇതൊക്കെ only temporal. My children, let me tell you, whatever you see around, whatever attracts you to this world,
whatever tempts you, it's all temporal, only for a few time, only for a few years. After that, that will bring calamity in your life. That will bring disaster in your life. It's only for a few years. ദൈവമക്കളെ നാം അത് മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് ആദ്യത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്ന്, ഞാൻ ആദ്യത്തെ വാക്യം വിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരുന്നല്ലേ. ആദ്യത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് വന്ന് 5-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. 5-ാം അധ്യായത്തിൽ നാം പ്രിസർവ് ചെയ്യേണ്ടത്, എനിക്ക് തോന്നുന്നു ഈ മെസ്സേജിന്റെ 2ാമത്തെ പാർട്ട് നമുക്ക് കിട്ടും മിക്കവാറും. ഞാൻ ഉദ്ദേശിച്ച മെസ്സേജ് വരെ ആയില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് നാം എങ്ങനെ പ്രിസർവ് ചെയ്യണമെന്നറിയാമോ? നമ്മുടെ സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി, all three needs to be preserved. അതിന്റെ അർത്ഥം എന്റെ കണ്ണുകൊണ്ട് മാത്രം ഞാൻ ആ പാപം കാണത്തില്ല കേട്ടോ, ഞാൻ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇനി ഇരിക്കത്തില്ല, അപ്പൊ ഞാൻ കണ്ണുകൊണ്ട് പാപം ചെയ്യത്തില്ല, അത് ശരീരത്തിൽ മാത്രമുള്ള പാപമാണ്. പക്ഷെ ഇവിടെ പറയുന്നു, നിന്റെ ശരീരം ദേഹം മാത്രമല്ല സൂക്ഷിക്കേണ്ടത്, നിന്റെ ദേഹിയെ എന്ന് പറഞ്ഞാൽ ചിന്തകൾ വരുന്നത് ദേഹിയിലാണ്. soul talks about our intelligence, our emotions, all our sentiments, everything is coming in, all those things are coming in the soul. We need to protect the soul. That means our thought life, then our spirit. ഉൽപ്പത്തി പുസ്തകത്തില് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ 1-2 വാക്യങ്ങളൊന്നും എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോ കർത്താവ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതായിട്ട് അവിടെ കാണുവാൻ കഴിയും. കർത്താവ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ, verse 26, Genesis chapter 1 verse 26, and God said, let us make man in our image after our likeness. ഒത്തിരി അർത്ഥങ്ങളുണ്ട് കേട്ടോ. Let us make man in our image after our likeness. ഇംഗ്ലീഷ്, മലയാളത്തിൽ എഴുതിയിരിക്കുന്നു, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. മൃഗങ്ങളെ ഉണ്ടാക്കിയപ്പോ ദൈവം അത് പറഞ്ഞില്ല. When God was creating fish and birds and animals, God didn't say that. When it was a time for him to make man, he said, let us make man in our own image and our own likeness. What is the image of God? Has anybody seen God? When I look into me, I know one thing. I am created in the image of God and I am created in the likeness of God. Does it mean that God looks like me? Does it mean that God looks like me? When one of you look into your own life, your own body or soul or spirit, whatever, your own entity, your own personality, you know this scripture, God created you in his own image and likeness. Does it mean that God looks like you? It has a beautiful, very deep meaning. What is the image of God? And what is the likeness of God? God is a superior Trinity. We know the Father, the Son, and the Holy Spirit. That is superior Trinity, and man is an inferior Trinity. Man is also a Trinity, spirit, soul, and body. And we know that Trinity is one. And we are one. All our body, soul, spirit, soul, and body becomes one. I cannot, as long as I live in this body, in this earth, I cannot separate my spirit, my soul, and my body. No, it cannot be possible. It is not possible. If I separate it, I will die. My entity is gone. My existence is gone. So long as I live, my Trinity cannot be separated. The same is with God. God is Trinity, triune God.
He is three in persons, but what is one in existence. You know, when God said, let me create man, let us create. Let us means that shows that God is plural. Have you noticed that expression there? God is plural there, triune God. That is why God said, let us make man in our own image and likeness. So one thing we know, God is a Trinity and we are a Trinity. I am a Trinity. God is a superior Trinity and I am an inferior Trinity. Another thing, the greatest attribute in God is love. And when God created us in his own likeness, he gave a little of that attribute to us also. We can love people. Another attribute is God is compassionate. He gives a little of that to us in the likeness. You know, when we were created in his likeness, he gave a little of that attribute to us. We can be compassionate. God is righteous. He gave a little of that to us so man can be righteous. God loves justice. Man, a decent man loves justice. You see the attributes of God? He has shared that with us. So when God created us in his own image and in his likeness means we see the qualities of God in our life itself. Oh, നമ്മളൊക്കെ പറയത്തുള്ളേ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പറയുന്നത് I'm asking you Jayudan, I'm asking you a simple question. What is more complex? A human body is more complex or an aeroplane is more complex? As far as the complexity is concerned. Human body. Human body is more complex. I can tell you an example. When you see through this whole technology and all those particles and the way it operates and the mechanism and the way such a huge, thing flying 35,000 feet height, when we think about it, it's more complex. But let me tell you, in this small human body, you look at a 1-year-old child or a 6-month-old child and that human body, that is more complex than any mechanism in this world. Because any machine, no matter how great, how sophisticated it is, it cannot repair itself. But look into a human body, if there is a cut here, if we leave it unattended, in 3-4 days' time, it gets healed itself. You know more of, medical things and anatomy and all those things than me. You know it. Our body can repair itself. And any food we eat, that all will change to an energy. If I have a diesel engine car, I cannot put petrol there, right? I cannot put kerosene there. If I put petrol there, that gets blocked. Kerosene there, that gets blocked. That cannot be converted to energy. But look into this small body, any type of food I eat, that will change out to be a energy to run this machine. Reproduction. No car can reproduce another car. These are the examples I'm saying. The way God created us. It is unique. His creation is unique. When God created us, he wants us to, ആ വാക്യം ഒന്ന് എടുത്ത് ഞാൻ ആ പോയിന്റിലേക്ക് വരാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ആ 1:26 എഴുതിയേക്കുന്നത് എന്തിനാ ഗോഡ് ക്രിയേറ്റ് ചെയ്തതെന്ന് അറിയാമോ? ടു ബി എ കിങ്. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പ്രവജാതികളിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. എന്തിനു വേണ്ടിയാ ദൈവം നമ്മളെ സൃഷ്ടിച്ചതെന്നറിയാമോ? ടു റൂൾ ഓവർ
everything, to rule over everything, because God rules over. ദൈവം നിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ ദൈവത്തിന്റെ അതേ ക്വാളിറ്റി അവൻ നമുക്ക് തന്നു. അങ്ങനെയാ നമുക്ക് അവിടുത്തെ സാദൃശ്യത്തിലാകാൻ പറ്റൂ. He rules over. So same way God expects us to rule over every single thing that try to enslave us. നമ്മളെ അടിമയാക്കുവാൻ എന്തൊക്കെ ശ്രമിക്കുന്നുണ്ടോ അതിനെയൊക്കെ ജയിക്കുവാനാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനുള്ള ബലം ആരാ തരുന്നത്? കർത്താവ് തരും. അതാ മുമ്പേ വായിച്ച വചനങ്ങൾ പറഞ്ഞത്. ഈ വിലനെ ഇച്ഛിക്കുക എന്നതും നിവർത്തിക്കുക എന്നതും തിരുവുള്ളമുണ്ടായി കർത്താവല്ലോ നമ്മളിൽ പ്രവർത്തിക്കുന്നത്. ഇതിനുള്ള ബലം തരുന്നത് കർത്താവാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അങ്ങനെയുള്ളവർക്കാണ് തിരിച്ചു പറുദീസയിൽ എത്താൻ പറ്റൂ. ജയിക്കുന്നവർക്ക് മാത്രമേ പറുദീസയിൽ എത്താൻ പറ്റൂ. അതാണ് സഹോദരൻ പ്രാർത്ഥിച്ചല്ലോ. വെളിപ്പാട് പുസ്തകം 3:21, ജയിക്കുന്നവൻ എന്നോടുകൂടെ ഇരിക്കും, ഞാനും ജയിച്ചതുപോലെ. എവിടെ എഴുതിയിരിക്കുന്ന 3:21 വെളിപ്പാട് പുസ്തകം? കാരണം ആദം തോറ്റവനായതുകൊണ്ട് ആ ദൈവസാന്നിധ്യത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നത്. തിരിച്ച് ദൈവസാന്നിധ്യത്തിലേക്ക് വരണമെങ്കിൽ, തിരിച്ച് ദൈവത്തോടു കൂടെ വാഴണമെങ്കിൽ നാം ജയിച്ചേ മതിയാകൂ. അതാ കർത്താവ് പറഞ്ഞത്, ജയിക്കുന്നവൻ എന്നോട് കൂടെ ഇരിക്കും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, നാം ജയിക്കുവാനായി വിളിക്കപ്പെട്ടവരാ. We are not slaves. We are kings. We are priests. നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്, റോയൽ പ്രീസ്റ്റ്ഹുഡ്. നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി രാജകീയ പുരോഹിത വർഗമായിട്ടാ. ഞാൻ പലപ്പോഴും ഹല്ലേലൂയ കഴിഞ്ഞ നാളുകളില് പാപത്തിലൊക്കെ വീണു പോകുമ്പോൾ, തോറ്റുപോകുന്ന സമയത്ത് ഞാൻ എന്നെ തന്നെ നോക്കിക്കൊണ്ട് ഞാൻ എന്റെ പേര് പറഞ്ഞു, ഷെയ്ം ഓൺ യു റഞ്ജി, ഷെയ്ം ഓൺ യു. You say you are the king, but you are a slave now. You say you are the servant of God, but no, you are not a servant of God, you are a beggar. I always speak to myself and say, shame on you. When I have every potential that God is offering me free, I'm not taking that resources, and I am living a bondage life. I am living in slavery, in captivity. Who is my master? Devil. Who is my master? Sin. Who is my master? All sort of stuff on the world. If it was Jesus Christ, it was a matter of, glory. Yes, I am a slave to Jesus Christ. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ ഞാൻ ക്രിസ്തുവിന്റെ ചൂടടയാളം എന്റെ മേൽ വഹിക്കുന്നു. I am bearing marks of Jesus Christ on my body. It has a glory in it. ഞാൻ സാത്താന്റെ ചൂടടയാളം എന്റെ മേൽ വഹിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ എത്ര ശ്രേഷ്ഠമാണ്. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, this is a message the Lord is speaking to us. നമ്മളൊക്കെ പിടിച്ചിരിക്കുന്ന ഫോൾസ് ഹോപ്പ് ഒക്കെ വിട്ടാട്ട് കർത്താവിന്റെ കാഹളം ധരിക്കും മുമ്പേ പാടിയതിന്റെ കൂട്ട്, ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ, ശുഭ്രവസ്ത്രധാരിയായി എന്റെ നാഥന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിക്കൊണ്ട് ഞാൻ നിൽക്കും. ആ പാട്ടൊക്കെ നമുക്ക് പാടാൻ എളുപ്പമാ. റിതമനുസരിച്ച് ഓർഗൻസോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സോ വായിക്കാൻ എളുപ്പമാ. പക്ഷെ അവിടെ എത്തുമോ? That is the question. ശുഭ്രവസ്ത്രധാരിയായി ഹല്ലേലൂയ പാടുക, അതാ കർത്താവിന് നമ്മളെ കുറിച്ചുള്ള ആഗ്രഹം. അതാ നമുക്കുമുള്ള ആഗ്രഹം. പക്ഷെ ഞാൻ അവിടെ എത്തുമോ ഹല്ലേലൂയ പാടാൻ? അനേക വിശുദ്ധന്മാര് വിശുദ്ധകൾ അവിടെ നിന്നുകൊണ്ട് ഹല്ലേലൂയ പാടുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടാകുമോ? ഉണ്ടായില്ലെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, കർത്താവിന്റെ വചനത്തെക്കാൾ കൂടുതൽ നാം നമ്മുടെ ഇഷ്ടങ്ങൾ, ഈ നൈമിഷികമായിട്ടുള്ളതിനെ സ്നേഹിക്കുന്നു. അതായത് ആ മമ്മി കൊടുക്കുന്ന പാലിനേക്കാൾ കൂടുതൽ, മമ്മി കൊടുക്കുന്ന സീരിയൽസിനേക്കാൾ കൂടുതൽ, മമ്മി കൊടുക്കുന്ന നല്ല ഇഷ്ടമുള്ള ഫുഡിനേക്കാൾ കൂടുതൽ ചില കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണ് എന്താണെന്നറിയാമോ? മഡ്ഡ. കണ്ടിട്ടുണ്ടോ? ചില കുഞ്ഞുങ്ങൾ മണ്ണ് വാരി വായിലിടുന്നത്. മണ്ണ് വാരി വായിലിടുന്ന കുഞ്ഞുങ്ങളുണ്ട്. ആരും കാണാതെ മണ്ണ് വാരി വായിലിടും. പക്ഷെ ആ കുഞ്ഞുങ്ങൾക്ക് എന്താ ഇഷ്ടമെന്ന് അറിയാമോ? പക്ഷെ മമ്മി എന്തെങ്കിലും ഫുഡ് കൊടുത്താൽ അവർ തുപ്പിക്കളയും, ഇല്ലേ? അത് തന്നെയാ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ സ്പിരിച്വൽ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. കർത്താവ് തരുന്നതിനെ നമ്മൾ തുപ്പിക്കളയും, എന്നിട്ട് ഈ ലോകത്തിലെ മണ്ണ് വാരി വായിലിടും നമ്മൾ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്നത്തെ രാത്രി
കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നു. Let us start at this point. Let us start hating sin. Hate it, then the Lord will help us to overcome it. Hate it. ആ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ചില സ്വഭാവം ഉണ്ടല്ലോ നമ്മുടെ, അതിനെ ഒന്ന് വെറുക്കുക. It is something like licking the toilet. It is something like putting mud in our mouth. It will kill us. It will definitely kill our spiritual life. ഇന്നത്തെ രാത്രി ഹല്ലേലൂയ സ്തോത്രം, നമുക്കതിനെ ഒന്ന് വെറുക്കാം. അതിനൊന്ന് വെറുക്കാം. ഈ ലോകത്തെക്കുറിച്ച് അറിഞ്ഞറിഞ്ഞറിഞ്ഞ് നമുക്ക് ഇത്രയൊക്കെ അറിഞ്ഞു, ഇത്രയൊക്കെ പഠിച്ചു, എന്ത് പ്രയോജനം ദൈവമക്കളെ നമുക്ക്? ലോകത്തെക്കുറിച്ച് അറിയരുതെന്നല്ല ഞാൻ പറയുന്നത്. അറിയാൻ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇഷ്ടം പോലെ അറിഞ്ഞോ, ഒരു കുഴപ്പവുമില്ല. പക്ഷേ നിത്യതയെക്കുറിച്ച് കുറച്ചെങ്കിലും അറിഞ്ഞു വെക്കുന്നത് നന്നായിരിക്കും. ദൈവത്തെക്കുറിച്ച് കുറച്ചെങ്കിലും അറിഞ്ഞു വെച്ചിരിക്കുന്നത് നന്നായിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ നിത്യതയെക്കുറിച്ച് നാം അറിയുക. കർത്താവിനെ കുറിച്ചുള്ള ഭയം നമ്മുടെ ഉള്ളിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ നാളിൽ നാം ലജ്ജിക്കാതിരിക്കാൻ കർത്താവിന്റെ കാഹളം ഇപ്പൊ ധ്വനിച്ചാൽ, കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായിട്ട് എത്ര പേര് എന്നെ കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്? ഏറ്റവും ഒടുവിൽ ലോർഡ് ക്ലെൻസ് മീ എന്ന് പ്രാർത്ഥിച്ചത് എപ്പോഴാ? ഒന്ന് പറഞ്ഞേ ദൈവ പൈതലേ. കർത്താവ് വരാതിരുന്ന അവിടുത്തെ കരുണ കൊണ്ടാ. ഏറ്റവും ഒടുവിൽ സീരിയസ് ആയിട്ട് ദൈവസന്നിധി കരഞ്ഞത് എപ്പോഴാ? മുമ്പേ പറഞ്ഞതുപോലെ എന്റെ ദേഹത്ത് മഡായി പോയെന്നും പറഞ്ഞ് ഒരു കുഞ്ഞ് വന്നു നിന്ന് മമ്മിയുടെ അടുത്ത് കരയുന്നത് പോലെ അപ്പച്ചന്റെ അടുത്ത് വന്നു നിന്ന് ദൈവത്തോട്, കർത്താവ് ക്രിസ്തുവിനോട് കരയുന്ന, കർത്താവേ, I put mud all over my body. I'm sorry. I'm sorry, Lord. Cleanse me. And I don't want to go back to that mud again. അങ്ങനെ നിലവിളിച്ചത് എപ്പോഴാ ദൈവപൈതലേ? ഏറ്റവും ഒടുവില്. അങ്ങനെ നിലവിളിച്ചിട്ടില്ലെങ്കിൽ, let me repeat it. You are not a child of God. You are not born again. Start it all over again. Start it all over again. God will be on your side. God loves you. Jesus loves you. ഈ ലോകത്തോട് പ്രസംഗിക്കുന്ന സുവിശേഷം ആദ്യം മുതൽ നാം കേൾക്കേണ്ടിയിരിക്കുന്നു. മടങ്ങി ദൈവസന്നിധിയിലേക്ക് വാ. There is no guarantee for our life. We may go to sleep tonight and we may not get up tomorrow morning. We don't know. The Lord can come tonight. We don't know. കർത്താവേ, ഞാൻ പശ്ചാത്തപിക്കുന്നു. I am repenting. Give me grace to overcome sin in my life. Give me grace to hate sin in my life. Everything that stops me from having fellowship with you. Lord, help me to take your commandment seriously. എന്റെ ഇഷ്ടം അനുസരിച്ചല്ല, എനിക്ക് തോന്നുമ്പോഴല്ല, എനിക്ക് സമയം കിട്ടുമ്പോഴല്ല. Each and every commandment that you said in your scripture, help me to take it seriously. Not to show somebody, no, but to please you, to show you that I honor your word. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം. കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ, അവിടുന്ന് എനിക്ക് സമയം തരുന്നെങ്കിൽ അടുത്ത ആഴ്ച ഈ മെസ്സേജിന്റെ ബാക്കി ഭാഗം നമുക്ക് ഒരുമിച്ച് കേൾക്കാം.